ഇന്ന് ഭൂമിയിൽ നടക്കാൻ പോകുന്നതുമായ വിചിത്രമായ സത്യങ്ങളാണ് ഇതെല്ലാം. ജലത്തിനകത്ത് തന്നെ വണ്ടിയുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ മറ്റ് വസ്തുക്കൾ വീണ് ഇതായി കിടക്കുക. അത് ഉറപ്പായിട്ട് പറഞ്ഞു. പിന്നെ അർജുനൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനുള്ള അനുവാദമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് സിനിമയ്ക്കകത്താണെന്നാണ് തോന്നുന്നത് എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പറയാം. ഒരു പ്രധാന വ്യക്തി നമ്മളെ വിട്ടുപിരിയും. ഈ വയനാട് ദുരന്തം അറിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിലൊന്നും അറിയിപ്പ് കൊടുത്തായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നു. സ്വാമി ഇതെന്തോ ഇത് കയ്യിരിക്കുന്നത്? ഇത് ആരിത്? ഇതെല്ലാം ഞാൻ എഴുതി കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സ്വാമി ആരാ? ഞാൻ സുദർശനൻ. എല്ലാവരും സുദർശന സ്വാമി എന്ന് വിളിക്കുന്നു. അതിലൊരു വിഷമമില്ല, സന്തോഷം. അപ്പം ഞാൻ കുറേയേറെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. കാരണം അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ഇത് എഴുതി വെച്ചിട്ട് പലയിടവും കയറി ഇറങ്ങി നടക്കുന്നു. ആരും ഇത് അംഗീകരിക്കുന്നില്ല. അതാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ വന്ന് കയറി നോക്ക്. അതാണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. എല്ലാം ഉണ്ട്, ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ എഴുതിയതാണ്. പിന്നെ ലോഹത്തെ വിറപ്പിക്കുന്ന മാരകമായ ഒരു അണുവെന്ന് വരുമെന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. മാത്രമല്ല ഞാൻ ഇവിട്ടിരുന്നാണ് എല്ലാ കാര്യങ്ങളും, ഈ ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടുന്നാണ് ഞാൻ നടത്തുന്നത്. അപ്പം ഈ ഒരു വലിയൊരു പാറക്കഷ്ണം ഭൂമിയോട് എടുക്കുന്നു, ഭൂമി വന്ന് പതിക്കും എന്ന് എഴുതിയിരുന്നു. അത് കണക്ക് അന്യഗ്രഹ ജീവികളുണ്ടെന്നും ഒക്കെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്കെങ്കിലും ഞാൻ ഒരുപാട് പേരുടെ ഞാൻ യാചിച്ചിട്ടുണ്ട്. ഇത് വർഷങ്ങൾ കൊണ്ട് ഞാൻ പത്രങ്ങളിൽ കൊണ്ട് നടത്തുന്നത്, പലരെയും കൊണ്ട് പല വ്യക്തികളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചിത്രമാണ്. അതായത് ഇന്ന് ഭൂമിയിൽ നടക്കാൻ പോകുന്നതുമായ വിചിത്രമായ സത്യങ്ങളാണ് ഇതെല്ലാം. നിസ്സാരമല്ല. ഈ ഒരു ചിത്രത്തെ നിസ്സാരമായി കാണരുത്. ഇതിൻ്റെ ഗവേഷകരുടെ കയ്യിൽ കിട്ടി അവർക്കത് പക്ഷേ അത് ഗ്രഹിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യൻ പോലും നമ്മളുടെ ഇപ്പം തന്നെ ഭൂമിയിലൊരു ഗ്രഹം, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ചിഹ്ന ഗ്രഹം വരുന്നു. എത്രയോ വർഷത്തിന് മുമ്പ് ഞാനിത് എഴുതി വെച്ചാൽ നിങ്ങളത് ഒന്ന് രാസപരിശോധന നടത്താൻ നിങ്ങളെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. നിങ്ങൾ ആരെങ്കിലും മുന്നോട്ട് പോവാ. ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ വെല്ലുവിളിച്ച് പറയാണ്. രാസപരിശോധന മനസ്സിലല്ലേ എന്ത് ചെയ്യാനാ? ഇതിന്റെ കാലപ്പഴക്കം നോക്കാമല്ലോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കാലപ്പഴക്കം. നരേന്ദ്രമോദിജി 5 മുതൽ 15, 20 കൊല്ലം ഭരിക്കുമെന്ന് എഴുതിയിരുന്നു. ഇങ്ങനൊരു അണു ലോകത്ത് കൊറോണ എന്നല്ല, ഒരു അണു വരുമെന്ന് പറഞ്ഞു. വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല ലോകം കണ്ടല്ലോ ഏറ്റവും വെച്ച് ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞിരുന്നു 2018. അതൊക്കെ ഞാൻ എഴുതിയിരുന്നു. ഇതിനകത്തെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ യാചിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒന്ന് സഹായിക്കൂ, ആരെങ്കിലും ഇതൊന്നൊരു രാസപരിശോധന നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തൊന്ന് സഹായിക്കും. പക്ഷേ എനിക്കൊരു വലിയ പേരും വരുമ്പോൾ നമ്മൾ ഈ പത്രമാധ്യമക്കാരുടെ ഒരു അനാസ്ഥ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട ഒരു മഹത്തരമായ അംഗീകാരങ്ങളാണ് കൈവഴുതിപ്പോയത്. ഈ സമയത്ത് മറ്റേതും പ്രഖ്യാപിച്ചല്ലേ അമ്മയിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്ന? പറഞ്ഞിരുന്നല്ലോ. അമ്മയിൽ അതിപ്പം പറഞ്ഞിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏത് മാസമാണ്, ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു. ജൂണിലാണ് ഞാൻ അതും ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ധ്യാനത്തിൽ കൂട്ടിരുന്നപ്പോൾ ചില കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ തേടി ഞാൻ ധ്യാനത്തിലൂടെ പുതിയ കാര്യങ്ങൾ തേടും. അങ്ങനെ തേടിയപ്പോഴും എൻ്റെ മനസ്സിലൊരു സംഭവം ഉദിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു കെമിക്കൽ നിറച്ചൊരു ടാങ്ക് പൊട്ടിത്തെറിക്കാൻ അവിടെ ഇങ്ങനെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു എന്തായി സംഭവം, ഇനി എവിടെയെങ്കിലും വല്ല ടാങ്കർ പൊട്ടാൻ പോകുന്നു ഇല്ല. അപ്പം അത് നോക്കിയപ്പോഴത്തെ ജനങ്ങൾ ഗ്ലാമർ വലിയ തിളക്കമൊക്കെ. അപ്പം നോക്കിയപ്പോൾ രാഷ്ട്രീയ പിന്നെ കായിക സിനിമാ ലോകം എന്നുള്ളൊരു ചിത്രം തെളിച്ചപ്പോൾ പിന്നെ ഞാനത് ആവർത്തിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കണമെന്ന സിനിമയില്ലേ എഴുതി കാണിക്കണം, അതിൽ ഞാൻ ഉറച്ചിട്ട് ഞാൻ ഇവിടുന്ന് ആ നിമിഷം തന്നെ എൻ്റെ ഫോണിരിക്കുന്നുണ്ടാ പലരും വിളിച്ചു. ഞാൻ ഇരുന്നിട്ട് 3 ചാനലുകാരെ വിളിച്ചു. ആരും എടുത്തില്ല. 4ാമത് ഫോൺ ചെയ്ത് പുള്ളിയുടെ പേരെനിക്ക്, പുള്ളി കണ്ണാടി വെച്ചേക്കുന്നതാണ്, ഞാൻ കണ്ണാടി അല്ല പുള്ളിയെ വിളിച്ചു. ഫോൺ എടുത്തു. ഈ കാര്യം ഞാൻ എഴുതിയില്ല, ഇത് ഞാൻ പറയുക ചെയ്ത പുള്ളിയെടുത്ത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാൻ എൻ്റെ ധ്യാനത്തിൽ കൂടെ ഇപ്പോൾ വന്നതാണ്. ഇങ്ങനൊരു സംഭവം ഇവിടെ രാഷ്ട്രീയത്തിലോ കായികത്തിലോ അല്ലെ സിനിമയിലോ, പക്ഷെ എനിക്ക് തോന്നുന്നത് സിനിമയ്ക്കകത്താണെന്നാണ് തോന്നുന്നത് എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പുള്ളി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അംഗീകരിച്ചാൽ സ്വാമിയുടെ ലെവൽ മാറിപ്പോനല്ലേ?
അദ്ദേഹം ഞാൻ പറഞ്ഞേ ഒന്നേ നിങ്ങൾ വന്ന് നാളെ വന്ന് വീഡിയോ എടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരാം, ഒരു വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ചെയ്യില്ല. വേണമെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലെന്ന് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വിളിച്ചു ചോദിച്ചു. ശരിക്കും സ്വാമി സുദർശസ്വാമി എല്ലാവർക്കും തമാശയാണ്, എല്ലാവർക്കും ഒരു അല്ല, നമുക്ക് അതിനകത്ത് വിഷമവുമില്ല. കാരണം ഈ ഞാൻ കുറച്ചൊക്കെ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർത്തി കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇനി എല്ലാ കാര്യങ്ങളും ഇനി ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വരുന്നെങ്കിൽ അത് ചെയ്യാം. ഇത് എങ്ങനെയാണ് മനസ്സിലൊക്കെ തോന്നുന്നത്? ഏത് റൂമിൽ ഇരിക്കുമ്പോഴാണ്? ഞാൻ എൻ്റെ ധ്യാന റൂമാണ്, നിശബ്ദമായിരിക്കുന്ന ഒരു ധ്യാന ഇത് കണ്ടില്ലേ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇത് വിട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനതെല്ലാം മൊത്തത്തിൽ ആവാഹിച്ചെടുക്കും. ആദ്യം ആവാഹിച്ചെടുത്തിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മൊത്തം ഞാൻ പുറന്തള്ളും. രാത്രിയിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതായത് 6 മണി തൊട്ട് തുടങ്ങുമെങ്കിലും ഒരു 7:30 മണിക്ക് വരെ അതൊരിതുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയം കുറച്ച് ജനങ്ങൾക്ക് ഈ വാട്സപ്പിലൊക്കെ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കും. 11 മണി കഴിഞ്ഞിട്ടാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള എല്ലാം നിശബ്ദമാവണം. നിശബ്ദമായതിനു ശേഷമേ, അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ആരുടെ ഒരു ഇതും ഉണ്ടാവാൻ പാടില്ല. ഈ എല്ലാ ശബ്ദങ്ങളും നമ്മൾ സ്റ്റോപ്പ് ആവുന്ന തരത്തിൽ കൂടെ അതൊന്ന് എഴുതി വെക്കും. അല്ല, അത് അങ്ങനെ നമ്മൾ അതിനുശേഷം നമ്മളെ ഈശ്വരനായിട്ട് നമ്മൾ ആശയവിനിമയം. കാരണം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന അന്നേരമാണ്. എല്ലാ പ്രയാസങ്ങളും അവിടമാണ് നമുക്ക് കിട്ടുന്നത്. ഈ വ്യക്തികളാരും പ്രവേശിച്ചിട്ടുണ്ടോ? വ്യക്തികളുടെ ഒരുപാട് പേരുടെ വെറുതെ നമ്മൾ ഇല്ല, നമുക്ക് അതിനകത്ത് എന്തിനാ വെറുതെ രാഷ്ട്രീയത്തിലോട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു ജയിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ, അദ്ദേഹം പറഞ്ഞു എന്റെ ഒന്ന് പ്രവചിക്കുന്ന അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ അത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അതൊന്നും നമുക്കിനി വേണ്ട. അതൊക്കെ പറഞ്ഞിരുന്നു. പ്രേമേന്ദ്രനെ പറഞ്ഞു, നരേന്ദ്രമോദിജിയെ പറഞ്ഞു, എല്ലാരെയും പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഈ അർജുൻ നമുക്ക് എല്ലാം ആകാംക്ഷ, അർജുന്റെ വണ്ടിയും കിട്ടിയിട്ടില്ല, അർജുനും കിട്ടിയിട്ടില്ല. ആ കാര്യം കൃത്യമായിട്ട് അറിയാറ് സ്വാമിക്ക്. വണ്ടി ഇവിടെ കിടക്കുന്ന അറിയാം. വണ്ടി ഞാൻ അന്നേം പറഞ്ഞല്ലോ, ഇന്ന പൊസിഷനിൽ വണ്ടിയുണ്ട്. അത് നിങ്ങൾ ആരും പരിശോധിക്കുന്നിടത്തൊന്നും അല്ല വണ്ടി, ജലത്തിനകത്ത് തന്നെ വണ്ടിയുണ്ട്. പക്ഷെ അതിന്റെ മുകളില് മറ്റു വസ്തുക്കൾ വീണ് ഇതായി കിടക്കുക. അത് ഉറപ്പായിട്ട് പറഞ്ഞു. പിന്നെ അർജുനൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനുള്ള അനുവാദമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനാവാൻ പാടില്ല. കുറച്ചെന്തോ ഭഗവാൻ നമുക്ക് തരുന്നത് അത് സാധുക്കൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നു എന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതുകൂടെ പറഞ്ഞ് അവിടെ ടെക്നോളജി ഉണ്ട് ഒരുപാട്. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പട്ടാളക്കാരും ഉണ്ട് അല്ലേ? അല്ല, അവർക്ക് തന്നെ അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒന്ന്, ഇത് ഒരു പ്രവചനമല്ല. ഇത് ഞാൻ ഇന്ത്യൻ മിലിറ്ററിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദിശ പറഞ്ഞു തരുന്നത്. ഞാൻ പ്രത്യേകം ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അത് പട്ടാളക്കാർക്ക് തന്നെ പറഞ്ഞതാ, അവർക്ക് തന്നെ വേണമായിരുന്നു. നല്ല കാര്യങ്ങൾ, അത് നല്ല കാര്യമല്ലേ, അത് അവർ തന്നെ എടുക്കട്ടെ. അത് ഞാൻ പറഞ്ഞത് കൊണ്ട് അവരത് എന്ന് ഞാൻ പറയുന്നില്ല. ഈ വണ്ടി കിടക്കുന്ന കൃത്യമായിട്ട് സ്വാമി കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാം. ആ വണ്ടിയുടെ മേളിൽ എന്തോ ഉള്ളത്? മേളിലും ഭാരമായ പാറയും മറ്റു വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെളിയാണ് മൂടി കിടക്കുന്നത്. തീർച്ചയായിട്ടും. വണ്ടിക്ക് കുഴപ്പമുണ്ട്, അതുപോലെ കിടക്കണം. ഇപ്പൊ വണ്ടി എങ്ങനെ കുഴപ്പമില്ല? കമ്പനിക്കാരൊക്കെ പറയുന്നത് അത് എത്ര കാലം ഒരു കുഴപ്പമില്ലെന്ന്, എന്തൊരു മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത്. വണ്ടി നശിച്ച് കിടക്കണം. പിന്നെ വണ്ടിക്കൊക്കെ ആവശ്യത്തിലേറെ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അത് പറ്റാതിരിക്കുമോ? നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു. പിന്നെ ഇല്ല പറഞ്ഞ പോലെ പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരുപാട് വ്യക്തമായതൊന്നുമല്ല, വ്യക്തമായിട്ടാണെങ്കിലും പല വേറെയും ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊക്കെ പക്ഷെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഭൂമി നടക്കുന്ന കാര്യമല്ല, കാലം തെളിയിക്കും. അതൊക്കെ എങ്ങും ഒരു കള്ളവും മറഞ്ഞിരിക്കില്ല. അല്ല, ഈ അപകടങ്ങളൊക്കെ നടക്കുന്ന സ്വാമിക്ക് അറിയാമെങ്കിലേ നേരത്തെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഒഴിവാക്കിക്കൂടെ? പറയാൻ പാടില്ല. അത് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് അറിഞ്ഞാൽ എളുപ്പമല്ല. പറയാൻ പാടില്ല, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. കാരണം ചില നിയമമുണ്ട്, എല്ലാത്തിനും ഒരു നിയമമുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചു തന്നെ പോകണം. ഈ വയനാട് ദുരന്തം അറിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിലൊന്നും അറിയിപ്പ് കൊടുത്തായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നു. ഞാൻ ഇതിനകത്ത് നിങ്ങൾ വായിച്ചില്ലായിരുന്നോ? ഇതിനകത്ത് കേരളത്തിലെ വൻ പ്രളയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലല്ല, ഇത് പിന്നെ ഭൂമിക്കടിയിൽ നിന്ന് വൻ ഇതൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉണ്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. ഇത് ആര് വായിച്ചിട്ട് ഇത് എന്ത് ഫലമാണ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ്? ഞാൻ ചോദിക്കട്ടെ? ഇല്ല, ഞാൻ വയനാടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വയനാടെന്ന് എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ പിന്നെ കിഴക്കൻ മേഖലകൾ ാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ഉരുൾപൊട്ടൽ ഈ മലമുകളിലാണ്. അല്ലാത്തടത്ത് ഉരുൾ പൊട്ടും. അല്ല, എല്ലാ ഉരുൾപൊട്ടൽ എല്ലായിടത്തും ഉണ്ടല്ലോ. സ്ഥലത്ത് പറഞ്ഞാലേ അറിയാം. അത് നമ്മൾ അന്ന് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല. നമുക്കതിനെ സത്യത്തിൽ പറഞ്ഞ ആ ഒരു ലെവലിലോട്ട് നമ്മൾ പോയിട്ടില്ല. പിന്നെ മൊത്തത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും മനസ്സിൽ തോന്നിയ എല്ലാം സംഭവിക്കും, അത് ഉറപ്പാണ്. ഇന്ന് വരെ അങ്ങനെ നമ്മൾ പേരെടുക്കാൻ വേണ്ടി പറയല്ല, ഇന്ന് വരെ ഈശ്വരന്റെ കാരണം കൊണ്ട് എൻ്റെ ഭഗവാൻ, എൻ്റെ ഈശ്വരൻ ഇതുവരെ ഒരു തെറ്റായ സന്ദേശം എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒന്ന് കരുതിയെടുക്കാൻ വേണ്ടി 2-3 കാര്യം പറ.
ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല, അറിയണ്ടേ? പെട്ടെന്ന് കയറി നമ്മളൊന്നും പറയാൻ പാടില്ല. കാരണം ചങ്ങനൊക്കെ നമ്മൾ കയറി പറയാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ഇതാണ്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എന്തായാലും ഒരു ധ്യാനത്തിൽ കൂടെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പറയാം. ഒരു പ്രധാന വ്യക്തി നമ്മളെ വിട്ടുപിരിയും രാഷ്ട്രീയത്തില്. അതൊന്നും ഞാൻ പറയത്തില്ല. നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ആള് ഇവിടെ നമ്മളെ വിട്ടുപിരിയും. അത് ഏറി വന്ന കുറച്ച് നാള്, അതിനപ്പുറം ഒരാഴ്ച ഒന്നും ഞാൻ പറയത്തില്ല. കാര്യം വെച്ചാൽ വിധി എഴുതാൻ ഞാൻ ആളല്ല. ദിവസങ്ങൾ എന്ന് പറയാം അല്ലേ? വിധി എഴുതാൻ ഞാൻ ആളല്ല. കാര്യം വിധി എഴുതേണ്ടത് ഈശ്വരനാണ്. ഈശ്വരൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനൊന്നും കയറി പറയാൻ പാടില്ല. കാണാൻ പറ്റും നമ്മൾക്ക് ഇപ്പം നമ്മൾ പുള്ളി ഇപ്പം അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം. ആളാരാന്നും നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാം. നമ്മൾക്ക് അടുത്ത് ഈ പറഞ്ഞ പോലെ ഈ ദൈവികപരമായ കാര്യങ്ങൾ മാത്രം നമ്മൾ കൈകാര്യം ചെയ്യും. അല്ലാതെ നമ്മൾ വേറൊന്നിനും എനിക്ക് ഒരു കാര്യമുള്ളൂ. ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. എനിക്കതാണ് ഇഷ്ടം. ഇവിടുത്തെ ഈ ദൈവത്തിനെ അഹങ്കരിച്ച് നടക്കുന്നതൊന്നും നമുക്ക് അങ്ങനെയുള്ള ടീമുകളെ നമുക്ക് ഇഷ്ടമല്ല. കാരണം ദൈവികമായി അച്ചടക്കത്തോടെ കുടുംബം പുലർത്തി നടക്കുന്നവരെ നമുക്ക് ഇഷ്ടം. ശരി, എന്തായാലും വെല്ലുവിളിക്കുകയാണ് സ്വാമി ഇതുകൊണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു കാര്യം ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി വെച്ചിരുന്ന ഒന്ന്